കങ്കുവ കണ്ടടേ, അതും 3D-യില്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഒരു കാര്യമില്ല ഇതിന്റെ 3D എന്ന് പറയുന്നത്. ഇതിന്റെ 3D കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയത്, എന്തിനാണ് ഇത് 3D-യിൽ ഷൂട്ട് ചെയ്തേക്കുന്ന ഇവന്മാര്? 3D-യിലെ സ്ഥിര ഇരകളായ തീയ്, വെള്ളം, മഞ്ഞുതുള്ളിയിലേക്ക് വരാം, കരിയില, ബുള്ളറ്റ്, പിന്നെ വെറൈറ്റി ആയിട്ട് ജെംസ് മുട്ടായി. സീരിയസ്ലി ജെംസ് മുട്ടായി നമ്മുടെ മുഖത്തോട്ട് എറിയും. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, അപ്പൂപ്പനാനന്ദ വോയിസിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സാൽമൺ 3D പടം ഉണ്ടല്ലോ, ഏതാണ്ട് ആ ഒരു ഇതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ 3D കുത്തിക്കയറ്റണം, അങ്ങനെ കുത്തിക്കയറ്റിയാണ് തോന്നുന്നത്. എനിക്കൊന്ന് 2D ഷൂട്ട് ചെയ്തിട്ട് 3D കൺവേർട്ട് ചെയ്തായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ 3D എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത അനാവശ്യ 3D ആണ്. പിന്നെ 3D-യിലൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ ക്യാമറ വർക്ക്, സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് പുള്ളി, പേരൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളി എന്തോ ചെയ്തു വെച്ചേക്കുന്നേ, ക്യാമറ ഇട്ടങ്ങ് കുലുക്കുക, ക്യാമറ ഇട്ട് കുലുക്കുന്നു, കറക്കുന്നു, കണ്ണിനെ എടുക്കുമായിരുന്നു. ഒരു വക മനസ്സിലാവുന്നില്ല, കാണുന്നില്ല. അമ്മാരി സ്പീഡിൽ എല്ലാം മൂവ് ചെയ്ത് അങ്ങ് പോവുക. എന്തോ അവിടെ നടന്നത് ഒന്നും കാണാതെ, ഒന്നാമത് ഈ 3D ഒരുമാതിരി ആയിപ്പോയത്. പിന്നെ ഇതിൻ്റെ VFX അത് എടുത്തു പറയണം. ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് 350 കോടിയാണ്. 350 കോടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഡയറക്ടർ നമുക്ക് എല്ലാം VFX-ൽ ഉള്ള മൃഗങ്ങളെല്ലാം നമുക്കങ്ങ് കാണിച്ചേക്കാം. അങ്ങനെ ഇതിനകത്ത് വരാത്ത മൃഗങ്ങളൊന്നുമില്ല. പരുന്ത്, ആന, പുലി, കടുവ, അങ്ങനെ ചെയ്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഡയറക്ടർ വെച്ച് തമ്പി ഇത് ഇനി അതാത് ഇറുക്കുക. അപ്പം VFX പറഞ്ഞാണ്, ആമാ സാർ ഇറുക്ക് കൊഞ്ചം ഷാർക്ക് പോട്ടലാമാ, എന്നാൽ പോട് എവ്വളോ ആവും, 10 കോടി ആവും സാർ, ആ പോട്ടിട്ട് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ജ്ഞാനവേൽ രാജയുടെ സ്റ്റുഡിയോ ഗ്രീനാണ്, അവർക്കിട്ട് 8ന്റെ പണി കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ VFX വരുന്ന ആൾക്കാർ നമ്മുടെ പല പടങ്ങളിലും വന്നിട്ടുള്ളവരാ. ഈ പല മൃഗങ്ങളും എന്നുവെച്ചാൽ സ്ഥിരം അപ്പിയറൻസ് ആണ് ഇപ്പോഴത്തെ പരുന്ത് പറന്നു വരുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ ആ പുള്ളി പരുന്ത് മറ്റേ ഇപ്പോൾ നമ്മൾ ഈയിടെ കണ്ട പടങ്ങളിലെല്ലാം അഭിനയിച്ച സ്ഥിരം പരുന്ത് തന്നെയാണ് പുള്ളിക്കാരി ഇതിനകത്തും വരുന്നുണ്ട്. വന്നതിന് ശേഷം പിന്നെ പുള്ളിക്കാരി ബഡ്ജറ്റ് 350 തികയാത്തോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, പിന്നെ പറക്കുന്ന പരുന്താണോ കോഴിയാണോ എന്നായിരുന്നു ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. ഫുൾ നേരം പറപ്പാ, തുടക്കം മുതൽ അവസാനം വരെ ഈ പരുന്തി വെച്ച് കടന്ന് പറക്കുന്നുണ്ട്. പിന്നെ സ്ഥിരം അപ്പിയറൻസ് ഇപ്പം കയറി വരുന്ന ഒരാളാണ്, ഒരു പുതുമുഖ നടനാണ് ഷാർക്ക്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അവസാനം അന്ന് കുറച്ച് ബഡ്ജറ്റോട് നമ്മുടെ കയ്യിലുണ്ട്, ഒരു 10 കോടി കൊണ്ട് നമുക്ക് കുറച്ച് ഷാർക്കിനെയും കൂടെ ഇടാം എന്നുള്ള രീതിയിൽ ഇപ്പം ധീവര എല്ലാത്തിലും ഷാർക്ക് വരുന്നുണ്ടല്ലോ. അതേ ഷാർക്കിനെ ഇതിൽ കൊണ്ടുവന്നിട്ട് ഷാർക്കും വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ മെയ്യഴകൻ പടം കണ്ടപ്പോൾ അതിനകത്ത് ഈ കാളയുടെ സീനുണ്ടല്ലോ, അത് പിന്നീട് ലാസ്റ്റ് കണ്ടവർക്ക് അറിയില്ലായിരിക്കും, അത് കട്ട് ചെയ്തിരുന്നു, യൂട്യൂബിലുണ്ട്, അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തിയേറ്ററിന് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു നല്ലൊരു സീനുണ്ട് ഇതിൽ. അപ്പോൾ അത് ഇങ്ങനെ CGI എന്ന് എഴുതി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞെട്ടിപ്പോയായിരുന്നു, ഇത് CGI ഇതിൽ ഇവരിങ്ങനെ CGI എന്ന് എഴുതി വരുമ്പം അത് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവത്തേ ഇല്ലായിരുന്നു. ആ ക്വാളിറ്റിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ അല്ല, ഞാൻ ചെയ്തതാ. പിന്നെ ഇതിന്റെ മേക്കപ്പ്, അയ്യോ, പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ല, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് കഥാപാത്രം കൂടി വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. മേക്കപ്പ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, സൂര്യ, ബോബി ഡിയോൾ, പിന്നെ ഒരു ക്യാമറ ഇരുന്ന പുള്ളിയൊക്കെ ഉണ്ട്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് മേക്കപ്പ് ചെയ്തവരെ എടുത്ത് പറയണം. കാരണം വിഗൊക്കെ വെച്ചേക്കുവാണെന്ന് കണ്ടാൽ പോലും നമുക്ക് തോന്നത്തില്ല, അമ്മാതിരി രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ടൈം ട്രാവലോ അങ്ങനെയുള്ള ഇതൊന്നും ആരും പ്രതീക്ഷിച്ച് പോരുത്, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നമുക്കൊരു ആദ്യം കുറേ പറച്ചിലുണ്ടായിരുന്നല്ലോ, ടൈം ട്രാവൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയുന്നത്, അങ്ങനെയല്ല, ഫ്ലാഷ് ബാക്ക് പരിപാടിയാണ്. അപ്പോൾ ഈ പുനർജന്മം ആ ഒരു കോൺസെപ്റ്റിൽ പോകുന്നതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഈ പുള്ളി ഈ കോണ്ടാക്റ്റ് വരുമ്പം പഴയ ഓർമ്മകൾ വരുമല്ലോ, അതെവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. അങ്ങനെ പോകുന്നൊരു കഥയാണ്. അപ്പോൾ ഇതിൻ്റെ കഥ പ്രസൻറ്റിൽ പൊക്കോണ്ടിരിക്കുന്നൊന്നും പറയാതിരിക്കുക വേഗം. തുടക്കം തൊട്ട് വെറുപ്പിക്കൽ ഫെസ്റ്റാണ്. ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നതെന്നുള്ള അടി നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യം വരുന്ന എല്ലാവരും, യോഗി ബാബു ഉണ്ട്, മറ്റേ നെൽസന്റെ പടത്തിൽ സ്ഥിരം വരുന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടെ പേര് നമ്മുടെ റെഡിൻ കിങ്സ്ലി, ദിശ പട്ടാനി, ഇവരെല്ലാവരും വെറുപ്പിക്കുന്ന നമുക്ക് ഒരുവിധം മനസ്സിലാക്കാം, നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ സൂര്യൻ നിന്നങ്ങ് വെറുപ്പിക്കുമായിരുന്നു ആദ്യം. പിന്നീട് ഇതിൻ്റെ ഈ ഫ്ലാഷ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞിട്ട്
പിന്നെ തലവേദന എടുത്തിട്ട് നിൽക്കുന്നില്ല. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന DSP ആണ്. പുള്ളിക്കാരൻ കുറേ കാലം പണിയില്ലായിരുന്നോണ്ടാന്ന് പറഞ്ഞോളൂ, ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇട്ടങ്ങ് കൊട്ടുക. 4K അറ്റ്മോസിലൊന്നും നിങ്ങളിത് കാണുകയേ ചെയ്യരുത്. തല പെരുക്കും, വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും എല്ലാം ഇട്ടങ്ങ് അടിക്കുക. തലയങ്ങ് പെരുത്തിട്ട് അതിൻ്റെ കൂടെ ഈ ക്യാമറാമാൻ്റെ കുറേ പരിപാടി ഇങ്ങോട്ടങ്ങ് ഷേക്ക് ചെയ്യുക ക്യാമറ. അതിൻ്റെ കൂടെ 3D കണ്ണാടി എല്ലാം കൂടെ ആയിട്ട് തല പെരുക്കുന്ന രീതിയിലായിരുന്നു. തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും ബ്രാവുമായിരുന്നു. എല്ലാവരും ഓരോന്ന് പറയുന്ന കമൻറ്റടിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ പടം അങ്ങനെ മുന്നോട്ട് പോയി. ഇതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ VFXൻ്റെ കാര്യം പറയുമ്പോൾ ബേർഡ്സ് എന്ന് പറഞ്ഞൊരു പഴയ പടമുണ്ട്. എനിക്ക് തോന്നുന്നു 1960 സംതിങ്ങിലുള്ളൊരു കൾട്ട് ക്ലാസിക് പടമാണ്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു കാണാം കേട്ടോ. അതിൽ കുറേ റെൻഡറിങ് ഉണ്ട്. അത് അതേപടി നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. അത് പരുന്തൊക്കെ പോയി, കോഴിയൊക്കെ പോയി, ആന പോയി, കുറേ കാക്കയാണോ കുരുവിയാണോ എന്നൊരു പിടുത്തമില്ല. എന്തായാലും എനിക്കത് കണ്ടപ്പോൾ ബേർഡ്സ് ആണ് ഓർമ്മ വന്നത്. അത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് പറഞ്ഞേക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫൈറ്റ് ആണല്ലോ മെയിൻ. നമ്മളൊരു കാർഡ് ഇത് വരുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക്, എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് അപ്പോൾ കൽപ്പിറ്റ പോലുള്ള പടങ്ങളാണ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. കാരണം ഏതാണ്ട് അതിൻ്റെ മേക്കപ്പൊക്കെ ചുരണ്ടിയിട്ടുണ്ടേ. അപ്പം അത് മൈൻഡിലേക്ക് വന്ന് ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫൈറ്റ് സീൻ നടക്കുമ്പോഴേ, എടാ ഈ ആനക്കൊമ്പ് ഉള്ളിൽ പൊള്ളയാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന ആനക്കൊമ്പൊന്നുമല്ല. ഒരു ആന ചത്ത കിടപ്പുണ്ട്, അതിൻ്റെ കൊമ്പ് എടുത്ത് വെച്ചിട്ടാണ് ഇടിക്കുന്നത്. ഇടിക്കുന്നതിൽ ആനക്കൊമ്പ് ഇങ്ങനെ കൈ കയറ്റിയിടും. ഇതിൻ്റെ അകത്തെന്ത് ഹോളായിട്ടിരിക്കുകയാണോ ആനക്കൊമ്പ്? 2 കൈ വിട്ടിട്ട് ഇടിക്കുകയാണ്. പോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിരിക്കും, പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. തിയേറ്റർ പൂര സൈലൻ്റ് ആയിരുന്നു. അമ്മാരി പ്രാന്തെടുക്കുന്ന പോലായിരുന്നു എൻ്റെ BGM ഒക്കെ പോകുന്നത്. പിന്നെ ഇത് ചോര തെറിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു കത്തി കൊണ്ട് കയറുന്ന സീനുണ്ട്. അപ്പോൾ കൊണ്ട് കയറുന്ന കത്തി ഊരണമല്ലോ. അപ്പോൾ എവിടുന്നാ ചോര ഇറക്കേണ്ടത്? ഇവിടുന്നല്ലേ ചോര ഇറക്കേണ്ടത്. ഇത് 3D കണ്ടുകൊണ്ടാണ് എന്തോ പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ എവിടെ നിന്നെങ്ങാണ്ട് ചോര ഇറക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. ഇതുമാതിരി ഇത് കണ്ടു നോക്കാതാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതങ്ങനെ ഒരു കുറേ സീൻ. ഒരു പ്രധാനപ്പെട്ട സീനിനെ പറ്റി പറയണം. അത് മഞ്ഞുതുള്ളിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങളിത് പടം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇവിടെ തമിഴ്നാട്ടിലെവിടെയാണ് ഇങ്ങനെ കാശ്മീരിലെ പോലെ മഞ്ഞ് പെയ്യുന്നത്? പോട്ട് അത് നമുക്ക് വീടാവും. ഓക്കെ, സിനിമ സെൻസിലായിക്കോട്ടെ, കൊടൈക്കനാലോ വല്ലോ. പക്ഷേ കൊടൈക്കനാലിൽ വെക്കുമ്പോൾ അപ്പോൾ കടല്, അതൊരു വേറൊരു വിഷയം. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. അവന്മാർക്ക് ചേഞ്ച് വേണം അത്രേ. പറയാൻ വേണ്ടി സത്യം പറയാൻ ഒന്നുമില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എന്തുവാ, നിങ്ങളിത് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കൂടിയ തിയേറ്ററിലോ ഒന്നും ഇത് കാണാൻ പോകരുത്. 3Dക്ക് പോവുകയേ ചെയ്യരുത്. 2D അവൈലബിൾ ആണെന്ന് തോന്നുന്നു. 2Dക്കേ പോകാവൂ. 2Dക്ക് പോയിട്ട് കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകണം. ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് പോയിട്ട് നൈസിനെ ചില്ല് ചെയ്ത് കമൻ്റ് അടിച്ചിരുന്നാൽ കാണാം. ഈ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് പോയി കണ്ടാൽ ഇത് ഒട്ടും എനിക്ക് തോന്നുന്നില്ല ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും. ഇത് ആരോടും കാണണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിരിക്കണം. ഒരു അനുഭവമായിരിക്കും. അങ്ങനെ പടം ഇങ്ങനെ പോവുക. പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് ഇത് സെക്കൻഡ് ഹാഫ് ആയി കുറേ നേരം കഴിഞ്ഞിട്ടും ഇവർ ഈ ഫ്ലാഷ് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുമല്ലോ. ഫ്ലാഷ് ബാക്കിൽ നിന്ന് വന്നാൽ ഒന്ന് തിരിച്ച് പ്രസന്റിലോട്ട് പോകണം. ഇത് പോകുന്നുമില്ല, ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ സംഭവം ഈ പടത്തിൽ തീരൂല. ഇതെന്തായാലും സെക്കൻഡ് പാർട്ട് വെച്ചോണ്ടായിരിക്കും പോകുന്നതെന്നുള്ളത് നമുക്ക് ഒരു ഇത് ഉറപ്പാവും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നോ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനം വേറൊരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, സൂര്യ ഇതിൽ അഭിനയിക്കുന്നത് റോളക്സ് ഉണ്ടല്ലോ, നമ്മുടെ റോളക്സ് അവിടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് പോലും മാറാൻ സമ്മതിക്കാതെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് അഭിനയിച്ചു. അതുപോലെ ഈ ക്യാമിയോ വരുന്ന പുള്ളിയും ഈ ഇടയ്ക്ക് ഒരു പടം ചെയ്തിട്ട് പുള്ളി വെച്ചിരുന്ന വല്ല് പോലും ഒഴിച്ചു മാറ്റാൻ സമ്മതിക്കാതെ എടുത്തുകൊണ്ട് വന്ന് ഇതിൽ അഭിനയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം എൻ്റെ പൊന്നെ, നമ്മൾ പറയുകയാണെങ്കിൽ മലങ്കൾട്ട് സിനിമ എന്ന് പറഞ്ഞിരുന്ന രീതി കാണത്തില്ലേ, അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ട ഇത്രയും കൂടെ എൻജോയ് ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. മൊത്തം അവിടുന്നും ഇവിടുന്നും ഒക്കെ ചുരണ്ടിയിട്ടുണ്ട്. VFX ഒന്നും ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. കടലിലെ കുറേ സീൻ കാണിക്കുന്നുണ്ട്. അതൊന്നും ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ വെറുതെ ചെയ്തു പോയേക്കുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഞാനീ പറഞ്ഞ കിളികളൊക്കെ അയ്യോ. പിന്നെ ഒരു ഇതുണ്ട്, അമ്പിൽ പാമ്പിനെ വെച്ച് വിടുന്ന ഒരു സീനുണ്ട്. ശത്രുക്കൾ വരുമ്പം അമ്പ് ചെയ്ത് കൊല്ലുമ്പോൾ അമ്പിൻ്റെ അറ്റത്ത് ഒരു പാമ്പിനെയും കൂടെ ചുറ്റി വെച്ചിട്ടാണ് വിടുന്നത്. ഈ അമ്പ് കൊണ്ടുപോകുമാർ എന്തായാലും ചാവും. കഴുത്തയിലൊക്കെ വന്ന് കൊള്ളുന്നവന്മാർ എന്തായാലും ചാവും. പിന്നെ എന്തിനാ ഈ പാമ്പിനെ വെറുതെ വേസ്റ്റാക്കി അതിൻ്റെ കൂടെ വിടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയൊക്കെയോ ഈ പടം തീർന്ന് സെക്കൻഡ് പാർട്ടിലുള്ളത് അവിടെ സ്ഥിരം വെച്ചേക്കുന്ന പോലെ വെച്ച്
ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് പറയാമല്ലോ, നമ്മുടെ മലയാളത്തിൽ കുറേ റോസ്റ്റ് ചാനൽസ് ഉണ്ട്. റീലോഡ് റോസ്റ്റ്, ഫിലിമി ഷേക്ക്, അവരെല്ലാവരും കൊയ്യും. അതുപോലെ തമിഴിലും ഉണ്ട് ഒരുപാട് റോസ്റ്റ് ചാനൽസ്. ഇതിൻ്റെ OTT റിലീസ് വന്നു ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കൊയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, സ്റ്റുഡിയോ ഗ്രീൻകാർ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവരെങ്ങനെ ഇത് ചെയ്യണം. അതായത് സ്റ്റുഡിയോ ഗ്രീൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ലാസ്റ്റ് ഇറങ്ങിയ എല്ലാ പടങ്ങളും ഫ്ലോപ്പ്. അതുപോലെ സത്യം പറഞ്ഞാൽ നമ്മളെ വേണം പറയാൻ ഈ പടമൊക്കെ കാണാൻ പോകുന്നതിന്. എനിക്ക് ഇതിനുള്ള ആകപ്പാട് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് സൂര്യ മാത്രമാണ്. പിന്നെ ബോബി ഡിയോൾ അവരുടെ ട്രെയിലർ കട്ട് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ എൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവയാണ് ഡയറക്ഷൻ. ശിവയുടെ അവസാനത്തെ പടങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്കറിയാം, നമ്മുടെ അജിത്തിൻ്റെ V സീരീസിലുള്ള പടങ്ങൾ, പിന്നെ അണ്ണാത്തെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അതൊക്കെ ഓർത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത നമ്മളിപ്പം ആരോടും പരാതി ഒന്നും പറയാൻ പാടില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ്, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരുന്നിരിക്കണം നമ്മൾ പോവേണ്ടിയിരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളും കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ എന്നുള്ള ഇത് നിങ്ങളും കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അതിൻ്റെ കാരണം, ഇഷ്ടപ്പെടാത്തവർ അതിൻ്റെ കാരണമെല്ലാം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ഥിരം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, പറ്റിയ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് സ്റ്റുഡിയോ ഗ്രീനോടാണ്. ദ ഫ്യൂച്ചർ ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ബ്രോ, ദ ഫ്യൂച്ചർ ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്.